ഞാൻ ഇന്നലെ എത്തി ഡൽഹിന്ന്. അവിടെ തറവാട്ടിലുണ്ട്. ഇനി ഇലക്ഷൻ കഴിയുന്നവർ ഇവിടെ തന്നെ. വൈകിട്ട് വാ, പാർട്ടി ഓഫീസിലേക്ക് വാ, അവിടെ വെച്ച് കാണാം. അല്ല പിന്നെ അച്ഛൻ എങ്ങനെ ഇരിക്കണോ? സുഖാണോ? മരിച്ചോ? 3 കൊല്ലായോ? സോറി, ഞാൻ അവിടെ തിരക്കില് അത് ശ്രദ്ധിച്ചില്ല. നമുക്ക് നേരിട്ട് കാണാം. ആ തങ്കച്ചന്റെ അച്ഛൻ മരിച്ചിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയണം. അറിയിച്ചിരുന്നു. അപ്പൊ ഞാൻ നോക്കാഞ്ഞിട്ടല്ലേ. പിന്നെ ഡൽഹിയിൽ നിന്ന് 2 ദിവസത്തിന്റെ ഉള്ളിൽ ഫണ്ട് എത്തും. എല്ലാ സ്ഥലത്തും പോസ്റ്ററുകൾ വരും. ഉറപ്പ്. പിന്നെ നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള എല്ലാ ലൈറ്റ് ആൻഡ് സൗണ്ടും നമ്മൾ ബുക്ക് ചെയ്യണം. എന്നെ തെറി പറയാൻ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടാവരുത്. അല്ലേ? പിന്നെ എല്ലാവർക്കും വെള്ളം മുണ്ടും ഷർട്ടും വാങ്ങി കൊടുത്തു. ഏലിയാസേ, ഒപ്പുണ്ടാവണം. പിന്നെ തീർച്ചയായിട്ടും. മണ്ടു, ആ കാർത്തിയനോട് കുറച്ച് ചായ എടുക്കാൻ പറ. നമസ്കാരം. നമസ്തേ. നമസ്തേ. ചായയൊക്കെ എടുക്കാം. ആദ്യം കൂളർ വെക്കി. അയ്യോ, എന്താ അവിടുത്തെ ചൂട്? എങ്ങനെയാ സഹിക്കണേ? ഈ നശിച്ച നാട്ടിൽ എങ്ങനെ ജീവിക്കണം നിങ്ങള്? എന്റെ പ്രസാദ്, നിന്നോട് ഞാൻ 3 കൂളർ കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? എപ്പോ ഞാൻ ഇനി ഡൽഹിക്ക് തിരിച്ചു പോയിട്ടോ? റെഡിയാക്കി തരാന്ന് പറഞ്ഞ ചൂടും കൊതുകും. മോന് ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, കക്കൂസി പോകാൻ പറ്റില്ല. കൺട്രി ഇന്ത്യൻ ക്ലോസറ്റ്. എടാ, ഒരു ഇലക്ഷൻ കഴിയുന്നവരല്ലേ ഒന്ന് സഹിക്കേ. ഭായി, കൂളറിന്റെ കാര്യം അച്ഛൻ പറയണ പോലെ ശരിയാക്കി തരാന്ന് പറയാതെ ഇന്ന് ഉച്ചക്ക് ഇവിടെ എത്തിച്ചു തരണം. ഇന്നെന്തായാലും എത്തും. ഇവിടെ നിക്കാൻ കഴിയല്ല. ഡൽഹിയിൽ അങ്ങോട്ട് സെറ്റായിട്ട് ഗസ്റ്റ് ഹൗസിലേ. അതെ, ഒരു കാര്യം ചെയ്യാം. കൂളർ വരണവരെ നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്താലോ? AC റൂം എടുക്കാം. നീ എന്താടി ഇത്? എല്ലാ പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോ ഞാൻ ഇവിടെ അല്ലേ നിൽക്കാറ്. പിന്നെ അത് മാത്രമല്ല, നാട്ടുകാർക്കിടയിലെ ജനിച്ച വീട്, തറവാട്, ബന്ധുക്കള്, നാട്ടുകാര്, അവരൊക്കെ ആയിട്ടുള്ള എന്റെ ബന്ധം അറിയണ്ടേ? അതിന് 1 മാസം ഇവിടെ ശ്വാസം കിട്ടാതെ കിടന്ന് ഞങ്ങള് മരിക്കും. എങ്ങനെയെങ്കിലും തെണ്ടികളോടൊക്കെ വോട്ട് ചെയ്ത് അച്ഛനൊന്ന് ജയിപ്പിക്കാൻ പറ. നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണ് 1 മാസം. മമ്മി ചുപ്പ് മേലെ പോലെ. അതെ, നീ ഈ നാട്ടുകാരോടൊക്കെ ചെന്ന് സംസാരിക്കണം. അവരായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാവണം. സ്ത്രീകളുടെ വോട്ട് പരമാവധി എനിക്ക് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കണം. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ടല്ലോ സുഗതേട്ടാ. എന്താ സുഗതേട്ട ഇങ്ങനെ പറയണേ? അല്ലെങ്കിൽ ഇപ്പൊ സുഗതേട്ടൻ ജയിക്കാതിരിക്കാൻ പോവാണോ? കൂളറിന്റെ കാര്യം മറക്കരുത്. ഉറപ്പാണ്. ഇവനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവർക്ക് 10 വയസ്സ് കിട്ടുന്ന നേരമല്ലേ? ഇവിടെ അല്ല ബേബി, ഞാൻ പാർട്ടി ഓഫീസിലേക്ക് അങ്ങോട്ട് വരാൻ പറഞ്ഞല്ലേ, പിന്നെന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അതല്ല, ഞാനൊരു കാര്യമുണ്ട് പറയാൻ, സംഗതി കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. അതായത് മാറ്റങ്ങൾ എന്താ? കണ്ണാടിയാ മോത്തോണ്ട് മാറ്. മാറി ചൈനയുടെ പതിലുമായിരിക്കും നിൽക്കുന്നു. മാറി സ്ഥലമില്ല. അവിടെ ഇരിക്കേ. ഇരിക്കാൻ നിലത്തിരിക്കാൻ വയ്യാന്ന്. എന്താ സാധനം അത്? എന്താടോ ഇത് അങ്ങോട്ട് നീങ്ങില്ല, ഹാങ്ങായിട്ട്. ഞങ്ങളോട് എത്ര പ്രാവശ്യം ഒരു പുതിയ ഫോണൊന്ന് വാങ്ങിത്തരേ. അത് നിങ്ങളെ പറ്റിയിട്ട് ഫോട്ടോ വെച്ചിട്ട് ഒരു ട്രോൾ ഇറങ്ങിക്കുന്നു. എന്താ? ഇലക്ഷൻ സമയത്ത് മാത്രം സ്വന്തം മണ്ഡലത്തിൽ എത്തുന്ന വൈറസ്. അങ്ങനെയൊക്കെ പല ട്രോളുകളും വരും. പക്ഷെ അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതേ ലൈക്കും ചെയ്തിക്കിന് ഷെയറും ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മോൻ പ്യാരി അടക്കാണ് ഷെയർ ചെയ്ത്. എടാ, അച്ഛൻ ഇലക്ഷന് നിൽക്കുമ്പോഴേ എതിർ പാർട്ടിക്കാർ പല ട്രോൾ ഇറക്കും. അതിനെതിരെ ട്രോൾ ഇറക്കണ മക്കളെ കണ്ടിട്ടുണ്ട്. ഇത് അച്ഛന്റെ നെഞ്ഞത്തിന് ചവിട്ടണ മകനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആരേ ബേബി പയ്യ? എനിക്ക് വയ്യൊന്നുമില്ല. പയ്യെങ്കിലും ഇതൊന്ന് കേക്ക്. ഓരോ MP-മാര് മക്കളെ MLA മന്ത്രിയാക്കാൻ വേണ്ടി സ്വന്തം പാർട്ടി ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം. അച്ഛൻ എനിക്കൊരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും തന്നിട്ടുണ്ടാ. മുണ്ടി മുറുക്കി കൊടുക്കണം. 10 വിശയില്ല എന്നും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കണല്ലാതെ ഒരു കാര്യമില്ല ഇയാളെ കൊണ്ട്. വീടിന് ഉപകാരമില്ല, നാടിന് ഉപകാരമില്ല. നിന്റെ അച്ഛൻ തികഞ്ഞൊരു രാഷ്ട്രീയ നേതാവാണ്. അച്ഛൻ രാഷ്ട്രീയ നേതാവായിട്ട് മക്കൾക്ക് എന്താ കാര്യം? ഞാനും 18 വയസ്സായ വോട്ടവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരനാണ്. എനിക്ക് പല പാർട്ടിയിലും ഓഫർ ഉണ്ടെന്ന്. ഞാൻ പോകും. സ്വന്തം അച്ഛന്റെ പേരിലേ ആളാവല്ല വേണ്ടത്. ചെറുപ്പം മുതൽ പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിച്ചാണാവണം. അല്ലാണ്ട് വല്ലവരും തരുന്ന കൈ നീട്ടി നിൽക്കുക അച്ഛന്റെ പേരിലല്ല. മേലാതി പുറത്തിറങ്ങി എന്റെ കാല് ഞാൻ തല്ലി പിടിക്കും. വോട്ട് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറ്റിച്ചിട്ട് ബേബിയെ, ഇവനെന്തോ ഇങ്ങനെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എതിർ പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചില്ല. ഓരിങ്ങളെ മോനെ ചാക്കിട്ട് പിടിച്ചാൽ നിങ്ങൾ വഷളാവും.
അതെ, ഈ ഇലക്ഷൻ കഴിയുന്നവരെ എല്ലാവരുടെ കണ്ണും അവന്റെ മേലെ വേണം. ഉറപ്പായിട്ടും. പ്രസാദേ, അവന് ഈ വീട് വിട്ട് പുറത്തു പോകാൻ ഒരു അവസരം ഉണ്ടാക്കരുത്. ഞങ്ങള് നോക്കിക്കോളാം. 2 കണ്ണ് പോരാ ശരിക്ക്. ആ, ഇത് വേറെ ആരും അറിയണ്ട. ബേബിയെ, നീ പാർട്ടി ഓഫീസിലേക്ക് വിട്ടോ, ഞാൻ വരാം. ഇവരെല്ലാരും വരണം. ആ, വിട്ടോളൂ. സുഗതൻ സാറേ നേതാവേ, ചൂതൻ സാറേ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം പിന്നാലെ. ലക്ഷം പിന്നെ. എലിയച്ചേ, ഇപ്പൊ വരും, ഉണ്ണിപ്പോ വരും. ഫ്ലക്സ് എടുക്കാൻ പോയിണ്ടോ? ഇപ്പൊ വരും, ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമുക്ക് രാത്രി ഇങ്ങോട്ട് വരണോ കേട്ടോ. രാത്രി നമുക്ക് ഒരുമിച്ച് കൊണ്ടേക്കാം. ഒരു 4-5 ഫ്ലക്സ് ഇവിടെ ഉണ്ട് ഇപ്പൊ. ഉണ്ണി ഒരാളെയും കൂട്ടി പോയി. വരുന്നുണ്ട്, ഉണ്ണി വരുന്നുണ്ട്. എല്ലാ ആഴ്ച അപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് സുഖമായിട്ട് പറഞ്ഞേക്കിട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. വെച്ചോ ഒരു വന്ന് നോക്കിയിട്ട് ആ ചെടിയൊന്നും കളയല്ലേ. ദുഃഖഭാരം ചുമക്കുന്നു ശകുനമാണു ഞാൻ, വിളക്കുമരമേ. തിരിച്ചു വെക്കടാ. എടുത്തു അപ്പുറം ഒന്നവർക്ക് എന്തൊക്കെ കാണിക്കണത്? കാണുന്ന മാതിരി വെക്കാ ചെയ്യേ. അങ്ങനെ വെക്ക. അപ്പൊ ഞാനോ എന്തൊക്കെ കാട്ടണ ഒരു ബോധം. കള്ളുടിച്ചിട്ടാണ്ട പണിക്കൊക്കെ പോണ നിങ്ങള് അവിടേക്ക്. തല അല്ല ഉണ്ണിയെ, എന്താണ് ഉണ്ണിയത് കഥ? എന്താ കഥ? എന്താ കഥാണോ? എടാ ഇത് പഴയ ഫ്ലക്സ് അല്ലേ ഇത്? അതെ അല്ലേ? പക്ഷേ സൂതേട്ടൻ മാറുന്നില്ലോ. കൊല്ലത്തിൽ ഇലക്ഷൻ വരുന്നില്ലോ മൊയ്തുക്ക. 5 കൊല്ലത്തിലേക്കല്ലേ. കൂടുതൽ വർത്താനം പറയണേ. ഇങ്ങോട്ട് നോക്ക്, കൊമ്പൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് എന്റെ മേലെ. തേറ്റിയുണ്ട്. അത് ആൾക്കാർ സ്നേഹം കൊണ്ട് വരക്കുന്നല്ലേ. സ്നേഹം കൊണ്ട്. അതേ, പൊട്ടുംപൊളി പോയി വായിക്കള്. ഇതെല്ലാം വേണ്ടേ? നമുക്ക് പുതിയ ഫ്ലക്സ് വേണം. അതെ, പഴയ ഫ്ലക്സ് ഇലക്ഷൻ കഴിച്ച് കൊടുത്തിനും പൈസ ഡൽഹിന്ന് പൈസ വന്നിട്ടാ അത് തരൂ. നമ്മളെ പാർട്ടി ആരും പറ്റിക്കൂല. ചെല്ലിട്ടോ. ഞാൻ ഉണ്ടെങ്കിൽ ചെല്ല്. തരുവാടാ. 5 വയസ്സൊക്കെ ഗതിയില്ലാത്ത മാതിരി നിൽക്കുന്നു. അതെ, ഇത് മാറ്റണം. ഉണ്ണി എന്റെ പൊട്ടുംപൊളി ഒന്നും ഇവിടെ നടക്കൂല. ഈ ഫ്ലെക്സ് എങ്ങനെയുണ്ടോ ആള് കാണിക്ക കൊണ്ടൊക്കെയത്? എന്റെ മൊയ്തുക്ക അത് കഴുകി വൃത്തിയാല് പുറ്റിയത്തെ പോലെ ഉണ്ടാവും. കഴുകിയ വൃത്തിയാവൂലേ? അത് നേരാണല്ലോ. അത് ശരി. അപ്പൊ പാർട്ടിക്ക് വേണ്ടി പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്താണെങ്കിലേ അതല്ല അവസാറായിക്കണേ. 2 ഫ്ലക്സ് മേടിക്കേണ്ട പൈസ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വീതിച്ചു കൊടുക്കാം. എന്താണ്? പഴയത് കൈയിട്ട് വൃത്തിയാവുമല്ലോ, പുതിയത് പോലെ. അപ്പൊ പുതിയത് മേടിക്കേണ്ട പൈസ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എടുക്കാം. ഒറ്റ ചവിട്ടാൻ പൈസ ലാഭിക്കണേ. അതൊന്നും പാർട്ടിയിൽ നടക്കൂല ടോണിയെ. എടാ, എങ്ങനെയാണോ സുഖദേട്ടന്റെ മുന്നിൽ ഇങ്ങനത്തെ വർത്താനൊക്കെ പറയാൻ തോന്നുന്നു എനിക്ക്? അതിന് വേറെ പാർട്ടി പോയി ചേർന്നോണ്ടി. വേറെ പാർട്ടി ഒന്നും പോകാം. അത് നടക്കൂല. നാളെ ഞാൻ തന്ന കായ് കൊണ്ട് നാളെ പോയിട്ട് 2-3 ഫ്ലക്സ് പുതിയത് അടുപ്പിക്കണം. പുതിയ നല്ല ഫ്ലക്സ് അടുപ്പിക്കണം. ഇത് കേക്ക് വൃത്തിയാക്കാൻ വേണം. ഇത് ഇന്ന് രാത്രി വെക്കണം നമുക്ക്. ഈ പോയിട്ട് ആ പൈപ്പ് വർക്ക് പോയിട്ട് ഇപ്പൊ തന്നെ കേൾക്കാം. ചെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെല്ലേ, ഒന്ന് ഉഷാറായിട്ട് ചെല്ലുണ്ണേ. എലക്ഷൻ ഇവിടെ എത്തിക്കണേ. അല്ല സുധേട്ടാ, ഇവിടെ ക്ഷമിച്ചാളി. നമ്മൾ ഉണ്ണിക്ക് പറ്റിയൊരു അവതാ. കേൾക്കാൻ വൃത്തിയാന്ന് പറയണേ കേട്ടോ. നാളെ നമുക്ക് ഉഷാറ് ഫ്ലക്സ് 2-3 വേറെ വെക്കാം. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് പിടിക്കണം. അടിച്ചു കൊടുക്കാം. ചേർത്ത് പടുക്ക്. കൈകേന്റെ പൈസ കിട്ടുവാ? കേക്കിന്റെ പൈസ എനിക്ക് തരുന്നു. അതുകൊണ്ട് ഉറക്കി എന്നിട്ട് ഉറച്ചൂട്. ആ കൊമ്പൊക്കെ പോക്ക്. അല്ലടാ, പാർട്ടിക്കാരൊക്കെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു. നമ്മളിനി എപ്പാ? ആദ്യം തമ്മിത്തല്ലെന്ന് മാറട്ടെ. വേറൊക്കെ ചോദിച്ചു തുടങ്ങി. നാണക്കേടാ ഇത്. അലമ്പ്. ണികളെ നിങ്ങളെ സ്വന്തം സ്ഥാനാർത്ഥി പോലും നിർണയിച്ചിട്ടല്ല ഇതുവരെ. നിങ്ങളെ പാർട്ടിക്കാരെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മ് തല്ലി. ഒരു നല്ല സ്ഥാനാർത്ഥി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാ? ഏതും കൊടുത്തിട്ടുണ്ടാ പറഞ്ഞേ? നമുക്ക് തമ്മത്തല്ലെങ്കിലും ഉണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും സുഖതനാണല്ലോ. സുഖത്തേട്ടൻ എന്ത് കുറവായില്ലേ? സുഖത്തേട്ടൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ലേ? മരിക്കുന്നവരെ സുഖേട്ടനായിരിക്കും. മരിച്ചു തീർക്കാം. നീ ഒരു തോന്നിയാസം പറയണ്ട. സുഖേട്ടൻ എന്റെ ചങ്കാണ്, എന്റെ ഹൃദയമാണ്. ഓർക്കോടി ഞാൻ രക്തസാക്ഷ്യം. അറിയോ നിങ്ങൾക്ക്? എടാ, നിങ്ങളൊരു കാര്യം അറിഞ്ഞാ, നിങ്ങൾ ഇവിടെ വെറുതെ ഇരുന്നാ പറ. ഒരു സംഭവം ഉണ്ട്. എന്താണ്? ഈ ജയിച്ച എംപിമാരെ വീണ്ടും മത്സരിക്കുന്നുണ്ടല്ലോ. അവര് ജയിക്കോ തോക്കോ എന്നറിയാൻ വേണ്ടി ഫിഷ് ടി വിക്കാർ, മീൻ്റെ ടിവിക്കാർ വരുന്നുണ്ട്. സർവേ അത് നടക്കുന്നുണ്ട്. അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് നാളെ അറിയും.
ഇല്ല അറിയാനൊന്നുമില്ല. സൂതാട്ടൻ ജയിക്കുന്നതിന്റെ കാര്യം നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യം. അവർ എന്തടിസ്ഥാനത്തിലാ മൂപ്പര് ജയിക്കുന്ന പറയുന്നത്? അതെ, കുന്തടിസ്ഥാനത്തിൽ. അല്ല വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എത്ര വോട്ടർമാരുണ്ട്? ഇവിടെ ഒരുപാട് വോട്ടർമാരുണ്ട്. എനിക്ക് സൂതാട്ടിനെ വിളിക്കണം. അവരോടൊക്കെ വീട്ടിൽ പോയിട്ട് ഇവരൊന്നും ചോദിക്കുന്നുണ്ടോ? ആർക്കാ വോട്ട് ചെയ്യുന്ന ആർക്കും? നിങ്ങളോട് ചോദിച്ചാ? എന്നോട് ചോദിക്കട്ടെ. സൂതാട്ടൻ ചോദിച്ചില്ല. എന്നോടും ചോദിച്ചിട്ടില്ല. ഒരു 100-200 ആൾക്കാരോട് അവർ ചോദിക്കും. എന്നിട്ട് ആ അടിസ്ഥാനത്തിൽ അവർ പറയും ഇയാള് ജയിക്കും, ഇയാള് തോക്കും. അതും പോട്ടെ, ഈ 100 പേരോട് ചോദിച്ചില്ലേ? അതെ. ഈ ചോദിച്ച 100 പേര് ഇയാൾക്ക് ഈ സുഗതൻ എന്നെ വോട്ട് ചെയ്യുന്നുണ്ട് ഉറപ്പ്? അല്ല, നമുക്കൊരു ഉറപ്പുണ്ടല്ലോ. എന്തുറപ്പ്? അത് വെച്ചാല് സൂതാട്ടന്റെ ഒരു ഉറപ്പും എന്റെ ഉറപ്പും നമ്മൾ ആണികളുടെ ഉറപ്പും എന്റെ ഒരു ഉറപ്പായിട്ട് പോകും. നിങ്ങൾക്കേ ഉറപ്പില്ല. ഇവിടെ അതൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ടേ. പിന്നെ അത് ഒരു കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, സൂതാട്ടൻ എത്ര കാലമായിട്ട് ജയിച്ചോണ്ടിരിക്കുന്നത്? എത്ര കാലം? അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതോടെ തീർന്ന് തോറ്റ്. എനിക്ക് എന്തെങ്കിലും തടി കുറക്കും. ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് വേറെ എന്നെ കുത്തിക്കോ കത്തി എടുത്തിട്ട് എന്റെ വീട്ടുകാരെ പറഞ്ഞു, എന്റെ അച്ഛനെ പറഞ്ഞു, എന്റെ അമ്മനെ പറഞ്ഞു, എന്റെ വീട്ടിലെ പറഞ്ഞു, എന്റെ സഹോദരിമാരെ മൊത്തം പറഞ്ഞു. പ്രശ്നമില്ല. എന്റെ സുഖതേട്ടനെ പറഞ്ഞാൽ മുദ്രാവാക്യം വിളിച്ചോട്ടെ. ഇങ്ങനത്തെ അണികളുണ്ടല്ലോ കുറെ എണ്ണം വിളിക്കാൻ. നമ്മള് നല്ല സ്ട്രോങ്ങാ. നമ്മൾ പൊളിറ്റിക്സിൽ വെള്ളം ചേർക്കല്ലേ. നമ്മൾ പൊളിറ്റിക്സ് മാറ്റി വെക്കാം. സ്നേഹം അത് ഇന്നും ഉണ്ടായാൽ മതി. ഈ നാട്ടിൽ വേണ്ടുന്ന സ്നേഹമാണ്. പൊളിറ്റിക്സ് പറയാം. ചെറിയ സാധനം മേടിച്ച് കഴിച്ചാൽ തൊണ്ട ഇങ്ങനെ ഒരു സുഖം കിട്ടുന്നില്ല. 2 ദിവസമായി കഴിക്കാത്ത. നിങ്ങളെ നേതാവിന് ഡൽഹിയിൽ നിന്ന് പൈസ ഒന്നും വന്നില്ലേ? പണ്ടവിടെ ഫണ്ട് ഇറക്കില്ലേ? പണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണത്രല്ലേ. ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ചോദിക്കൂല്ലോ. അത് നമ്മളെല്ലാം മുന്നിട്ട് വെക്കുന്ന കിട്ടുമല്ലോ. ഇപ്പൊ 10 പൈസയില്ല മതി. ഒരു സാധനം മേടിച്ച് ഷെയർ ആക്കി, നിങ്ങൾ 2 ആളും മേടിച്ച് ഷെയർ ആക്കിയിട്ട് എനിക്ക് കൂടെ തന്നെ ഞാൻ ഉണ്ടാവുമ്പോ ഞാൻ പൈസ തരും. നിങ്ങളെ പാർട്ടിക്കാരോട് ചോദിക്കും. മോനെ, മദ്യപാനത്തിൽ പൊളിറ്റിക്സ് ഇല്ല. സാറില്ല, ഇനി ഉണ്ടായിക്കോളൂ. വേണ്ട. കിട്ടുമോ നിങ്ങൾക്ക് ചെറിയ സാധനം? ഒന്നുമില്ല. നേരെ നേതാവിന് ചെന്നോ തരും. ജയ് വിളിച്ചോ? ജയ് വിളിച്ചോ? ഞാൻ വിളിക്കും. ഓരോരുത്തന്നെ ശിവാരിച്ചു വേണ്ട, ഓരോ മണ്ണാക്കട്ടെ ശിവാരിച്ചു വേണ്ട. അങ്ങനെ വിളിക്കാനെങ്കിലും 4 ആളുണ്ട്. നമ്മക്കാരാണ്. നീ വിളിക്കോ? എനിക്ക് ഇരുന്നോ? അതിനെ കുറച്ച് കൂടുതലാ. നിങ്ങൾക്ക് ഷുഗർ ഇല്ലേ? എന്നിട്ട് കയറ്റിക്കോളി 2 ദിവസം കൂടി. പിന്നെ ഇനിയിപ്പോ പറഞ്ഞാൽ മോശമല്ലേ. അല്ല, ഈ സുഗതേട്ടന്റെ മോനെ റൂമിന്റെ അകത്ത് പൂട്ടിയിട്ടെന്നല്ലേ കേൾക്കണേ? കൂട്ടിയിട്ട് എന്നിട്ട് ഓനെ കാണില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ശ്വാസം കിട്ടാണ്ടായോ? 2-3 ദിവസത്തായി. 2-3 ദിവസത്തായി. വരുന്നുണ്ട്. അതാ എക്കോറിയത്തിലിട്ട മീമായി ഇങ്ങനെ വരുന്നുണ്ട്. ഇതുബായ് തുറക്കാൻ പറയാ അച്ഛനോട്. അല്ല, അച്ഛൻ പൂട്ടിയല്ലേ? എന്നിട്ട് ഞങ്ങള് വന്നിട്ട് തുറന്നിട്ട് ഞങ്ങള് പാർട്ടിയിൽ നിന്ന് പുറത്താവണം അല്ലേ? ഇല്ല, ഇതിന്റെ അകത്ത് വെട്ടൂല്ല വെളിച്ചൂല്ല. എന്റെ മോനെ, എന്റെ അച്ഛന്റെ കാര്യം എനിക്കറിയില്ലേ? ഈ മാണ്ടാത്ത ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടല്ലേ ഇപ്പൊ അകത്തായത്? ഈ ഫോൺ മേടിച്ചു വെച്ചേക്കല്ലേ? ഫോണും ഇല്ല, ഫോണും മേടിച്ചു വെച്ചേക്കല്ലേ? ഫോണ് മേടിച്ചു വെക്കണ്ടോ? അമ്മാര് അറിയാൻ പറപ്പല്ലേ ഈ ഫോൺ വിചാരിച്ചിട്ടുണ്ട് സ്വന്തം അച്ഛന്റെ പേരിൽ ഇങ്ങനെ തോന്നിയമാതിരി കണ്ടവർക്ക് ഷെയർ ചെയ്യുക, ഓര് എന്നിട്ട് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. മോശമല്ലേ? സ്വന്തം അച്ഛനല്ലേ? ഞാൻ അനുഭവിച്ചു. ഇനി മേലെ ഉണ്ടാവൂല്ലോ. ഒന്ന് അവസാനം നായ കൂട്ടി കുടുങ്ങിയ ആയില്ലേ? ഞാൻ അച്ഛന് വേണ്ടി വർക്ക് ചെയ്തോളാം. ഒന്ന് പറയൂ തുറന്നു വിടാൻ. അച്ഛൻ വിശ്വസിക്ക്. നിങ്ങൾ തന്നിരമ്മ. എങ്ങനെ അങ്ങനെ കഴിക്കാ? ഒന്ന് ഇതിലോട്ടിട്ടോ. അവിടെ പോയിരുന്ന് തിന്നോളാം. എനിക്ക് ഇവിടെ നിന്ന് വായിൽ വെക്കാൻ പറ്റും. ഞാൻ തത്തമ്മേ ഭക്ഷണമൊക്കെ ഇല്ല കൊടുക്കലില്ലേ? വലിയൊരു കുടുംബം ചെക്കന് തിന്നാൻ കിട്ടാത്ത അവസ്ഥയായി. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? അല്ലാവോ, അങ്ങനെയല്ല, സങ്കടം കൊണ്ട് പറയാണ്. ആകോ ഒറ്റ മോനല്ലേ ഉള്ളൂ. ഓന്റെ ഒരു അവസ്ഥ കണ്ടിട്ടേ. മോൻ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. മോന്റെ അച്ഛന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കേട്ടാ. അമ്മ എന്നെ തുറന്നു വിട്ട് ഞാൻ അച്ഛന് വേണ്ടി വർക്ക് ചെയ്തോളാം. ഒരലമ്പും പറയൂല. വേണ്ട, നീയേ ചെറിയ കുട്ടിയാണ്. നിന്നെ പറഞ്ഞ് തിരിച്ചു വിടാൻ ഒരുപാട് ആൾക്കാർ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ഫോണൊന്നും തരുമോ? ഫോണും വേണ്ട. ഫോണ് കൊടുത്താൽ തുടങ്ങുമ്പോ പിന്നെ ഷെയർ ചെയ്യേ. അല്ല, വണ്ടി കൊടുത്തേ ചോറ് ഇങ്ങനെ തന്നെ കൊടുക്കല്? ഇങ്ങനെ തന്നെയാണ്. എന്തൊരു കഷ്ടാണ് റബ്ബേ. എന്തൊരു കുഴപ്പമില്ല. സുഖദേട്ടൻ MP ആവാൻ വേണ്ടിട്ടല്ലേ? അതെ, നാളെ ഒരു 11 മണിക്ക് നമ്മുടെ കൊച്ചു ബേബിയുടെ മോൻ പഠിക്കുന്ന കോളേജില്ലേ, അവിടെ പിള്ളേരെ കാണാൻ പോവാ. ശരി, ഞാൻ രാവിലെ വിളിക്കാം, ഇറങ്ങുമ്പോ വിളിക്കാം കേട്ടോ. എന്താ മരുതോ പറയണു? അല്ല, ഓന് മൊബൈലൊന്ന് കൊടുക്കുവോ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് വിടുവോന്നൊക്കെ ചോദിക്കും. ഇലക്ഷൻ കഴിയട്ടെ. സീനിയർ നേതാക്കന്മാരുടെ ഇതുപോലെ വെളുവും വെള്ളിയാഴ്ചയില്ലാത്ത മക്കളേനെ രാഷ്ട്രീയത്തിൽ നല്ല പദവികൾ തരാം, പിന്നെ ഇലക്ഷനെ നിർത്താന്നൊക്കെ പറഞ്ഞിട്ട് ചാക്കിട്ട് പിടിക്കാൻ കുറെ പാർട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഇത് ഏത് ഗണത്തിൽപ്പെട്ടാന്ന് അറിയില്ലോ. പുറത്തോടണ്ട, ഒന്ന് പുറത്ത് വിടാച്ചാ. ഫോണെങ്കിലും ഒന്ന് തരാൻ പറ. ഫോണാ നിനക്ക്? മോന് മിണ്ടാതെ നിക്ക്. ഉരുട്ടി കൊടുക്കണേ, തന്ന് നന്നാവട്ടെ.
വാർത്തേൻ്റെ കാര്യം പറയണ്ടേ? സുധേട്ടാ ആ ഫിഷ് ടീമിലെ പ്രീപോൾ സർവേ സമയമായില്ലേ? ആ അയ്യോ സമയാലോ. സമയോ മതിയാ തിന്ന് തീർക്കട്ടെ ഇത് വാപ്പ കുത്തിക്കയറ്റണം. അമ്മ അത് കാണട്ടെ. അല്ല അത് കാണും ഓനെ പിന്നെ തിന്നാൻ കൊടുക്കാൻ ഇതൊന്ന് കാണട്ടെ. ഏത് ടി വിയാണ്? ഫിഷ് ടി വി. സുധേട്ടൻ ഞാനും കൂടി. ഇതല്ലേ? അതെ. ഇത്തിരി സൗണ്ട് കിട്ടിക്കോ. കഴിഞ്ഞ പ്രാവശ്യേ ഇവര് പ്രവചിച്ചത് കറക്റ്റായിരുന്നു. ഓർമ്മ ഉണ്ടല്ലോ. പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇലക്ഷന് മുന്നോടിയായി നമ്മുടെ ഫിഷ് ടി വി സംഘടിപ്പിച്ചിട്ടുള്ള പ്രീപോൾ സർവേയുടെ റിസൾട്ട് ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ്.